ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. തിരുവചന കേൾവിക്കായി കാതോർത്തിരിക്കുന്ന എല്ലാ വിശുദ്ധരെയും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനങ്ങൾ ചൊല്ലുന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ച് ആ കുഞ്ഞിൻ്റെ അമ്മയുടെ മാർവിടം ഒരു വലിയ ആശ്വാസമാണ്. കടലിൽ ദിശ കാണാതെ കടലിൻ്റെ ഒത്ത മധ്യത്തിൽ വീണുപോയ ഒരു യൗവനക്കാരൻ, അവനൊരു ലൈഫ് ബോട്ട് വാസ്തവത്തിൽ യേശു കർത്താവിനെ പോലെയാണ്. പ്രായമായൊരു മനുഷ്യൻ വീഴുവാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഊന്നുവടി കിട്ടിയാൽ താൻ അനുഭവിക്കുന്നത് ദൈവസാന്നിധ്യം. താൻ പറയും, യേശു എന്നെ സ്നേഹിക്കുന്നു. ഇവർ മൂവരും കൂടി ഒരു പടകിൽ യാത്ര ചെയ്യുമ്പോൾ പ്രതികൂലത്തിൻ്റെ കാറ്റ് ശക്തമായി ആഞ്ഞടിക്കുമ്പോൾ ദിശയറിയാതെ തെറ്റിപ്പോകുന്ന പടക് തകർന്ന ആ മൂവർക്കും ഒരു തുറമുഖം വലിയ ആശയാണ്. അതാണ് നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം. യെശയ്യാപ്രവചനം 25-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിൻ്റെ നേരെ കൊടുങ്കാറ്റ് പോലെയും അടിക്കുമ്പോൾ നീ എളിയവന് ഒരു ദുർഗവും ദരിദ്രന് അവൻ്റെ കഷ്ടത്തിലൊരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലും ആയിരിക്കും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശക്തന്മാരായ ഭയങ്കരന്മാരായ വ്യക്തികൾ, ചക്രവർത്തിമാർ, രാജാക്കന്മാർ, അവരുടെ ചീറ്റൽ മതിലിൻ്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ എളിയവന് വേണ്ടി ഒരു ദുർഗമായി, ദരിദ്രന് അവൻ്റെ കഷ്ടത്തിലൊരു കോട്ടയായി, കൊടുങ്കാറ്റിൽ ഒരു ശരണമായി, ഉഷ്ണത്തിൽ ഒരു തണലായി കടന്നു വരുന്നൊരു ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ഇന്ന് പ്രഭാതത്തിൽ ഈ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ഉറപ്പായി വിശ്വസിക്കണം, ഞാൻ ഏത് പ്രായത്തിലുള്ള വ്യക്തിയാണെങ്കിലും എൻ്റെ പടകിന് നേരെ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റും തിരമാലയും എത്ര ശക്തമാണെങ്കിലും എന്നെ സൂക്ഷിക്കുവാൻ, എന്നെ പരിപാലിക്കുവാൻ, ഞാൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്നെ വീണ്ടെടുത്ത ആ ദൈവം വാസ്തവത്തിൽ മതിയായ ദൈവമാണ്. അവിടെ തിരുവചനത്തിൽ ഇപ്രകാരം കാണുവാൻ കഴിയും: എളിയവന് ഒരു ദുർഗമാണ്. ദുർഗത്തിന് നമുക്കിങ്ങനെ പറയാം, ഒരു ഗുഹ പോലെ. കാട്ടുജീവികളിൽ നിന്ന്, മഴയിൽ നിന്ന്, വെയിലിൽ നിന്ന്, പേമാരിയിൽ നിന്ന്, ശക്തമായ കൊടുങ്കാറ്റിൽ നിന്ന്, ചുറ്റും പാറക്കോട്ടകൾ അഭയസ്ഥാനമാക്കി വച്ചിരിക്കുന്ന ഒരു വ്യക്തി, അതാണ് ദുർഗം. നോക്കൂ, ശക്തനായൊരു വ്യക്തിയായിരുന്നു ശൗൽ പുതിയ നിയമത്തിലെ. ആ ശൗൽ ദൈവസഭയ്ക്കൊരു ഭയങ്കര കൊടുങ്കാറ്റ് പോലെയായിരുന്നു. പ്രതികൂലത്തിൻ്റെ കാറ്റാണ് അദ്ദേഹം അഴിച്ചുവിട്ടത്. പക്ഷേ എന്നാൽ ദുർഗമായി ദൈവസഭയ്ക്ക് വേണ്ടി വെളിപ്പെട്ട ദൈവം ശൗലിനോട് ചോദിക്കുന്ന ചോദ്യം: നീ ആരെയാകുന്നു ഉപദ്രവിക്കുന്നത്? നമുക്ക് വേണ്ടി ആരും സംസാരിക്കാനില്ലായിരിക്കാം. ഒരു കുഞ്ഞു പോലും എനിക്ക് വേണ്ടി ശബ്ദിക്കുന്നില്ലല്ലോ. ഒരു മനുഷ്യൻ പോലും എനിക്ക് വേണ്ടി എടുത്തു ചോദിക്കുന്നില്ലല്ലോ. ഈ അനീതി കണ്ടിട്ട് സകലരും അനുകൂലിക്കുന്നുവല്ലോ എന്ന് പറയുമ്പോൾ തന്നെയും നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന, നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവിക കരം നമുക്ക് കാണുവാൻ കഴിയും. നോക്കൂ, ഒരു വ്യക്തി പോലും ശൗലിനെ അടക്കി നിർത്താനില്ലായിരുന്നു. പക്ഷെ ദൈവം തന്നെ തൻ്റെ ജനത്തിൻ്റെ വിടുതലിനു വേണ്ടി ഇറങ്ങി വന്ന് സന്ദർശിച്ചു. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ പടകാണോ, നമ്മുടെ കുടുംബമാണോ പ്രശ്നം? കുടുംബത്തിന് നേരെയാണോ ശത്രുവിൻ്റെ കാറ്റ് ആഞ്ഞടിക്കുന്നത്? അതോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നേരെയോ? അതോ പ്രായമായ മാതാപിതാക്കൾക്ക് നേരെയോ? അതോ യൗവനക്കാരെ നിങ്ങളുടെ കുടുംബജീവിതത്തിന് നേരെയോ? ഏതവസ്ഥയിലുള്ള വ്യക്തിയാണെങ്കിലും അതിനകത്തുനിന്ന് ദുർഗമായി ദൈവം നമ്മെ കാക്കുവാൻ, നമ്മെ പരിപാലിക്കുവാൻ,
നമ്മെ സൂക്ഷിക്കുവാൻ, നാം എത്തേണ്ടിടത്ത് തക്ക സമയത്ത് ചേർക്കുവാൻ നാം ആരാധിക്കുന്ന ദൈവം മതിയായ ദൈവമാണ്. പ്രിയമുള്ളവരെ, ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു.